നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഈസിയായി പഠിച്ചാലോ? നിങ്ങൾക്ക് ഇവിടെ ബ്ലൂ ലൈൻ കാണുന്നില്ലേ? അത് റെപ്രസെന്റ് ചെയ്യുന്നത് ദിസ് മൂമെന്റ്, ഈ നിമിഷം ഓർ നൗ. അപ്പോൾ ഈ നിമിഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ഈ നിമിഷത്തിൽ റെലവെന്റ് ഓർ പ്രസക്തി ഉണ്ടെങ്കിൽ ഓർ കണക്ഷൻ ബന്ധം ഉണ്ടെങ്കിൽ അത് ഏത് ടെൻസിൽ പറയാം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. നമുക്ക് ആദ്യം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ ഹെൽപ്പിംഗ് വേർബ്, ദെൻ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഐ, യു, ദേവി ആണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ഹാവ് വരും. ദെൻ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തത് ഫിനിഷ്ഡ്. ഫിനിഷിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഫിനിഷ്ഡ്. ഇനി സബ്ജക്റ്റ് ഷീ, ഹി, ഇറ്റ് ആണ് വരുന്നതെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ഹാസ് വരും. ദെൻ എഗെയിൻ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം തന്നെയാണ് വരുന്നത് ഫിനിഷ്ഡ്. വർക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് വർക്ക്ഡ്. ക്ലീൻ, ക്ലീൻഡ്. സ്റ്റോപ്പ്, സ്റ്റോപ്ഡ്. റൈറ്റ്, റിട്ടൺ. ഈറ്റ്, ഈറ്റൺ. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം അതിൻ്റെ എക്സാമ്പിൾസും നമുക്ക് നോക്കാം. 5 സന്ദർഭങ്ങളിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് നോക്കാം, അഥവാ ഫസ്റ്റ് സന്ദർഭം നോക്കാം. എക്സ്പീരിയൻസ് ഇൻ ലൈഫ്, നമ്മുടെ എക്സ്പീരിയൻസുകൾ പറയേണ്ട സന്ദർഭങ്ങളിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. നെക്സ്റ്റ് ചോദ്യം, എന്തുകൊണ്ടാണ്? നമ്മുടെ മുൻകാല അനുഭവങ്ങൾ ഇപ്പോൾ അത് പ്രധാനമാണ്, കാരണം നിങ്ങൾക്കറിയാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അനുഭവങ്ങൾ, ഫീലിങ്സ്, ഓർമ്മകൾ നിങ്ങൾ കണ്ടതാവാം, കേട്ടതാവാം, അത് കൊണ്ടതാവാം. സോ ഇത് ഈ എക്സ്പീരിയൻസുകൾ ഇപ്പോഴും റെലവൻ്റ് ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇനി നമ്മൾക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി, ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ സിനിമ കണ്ടു കഴിഞ്ഞു, എന്നാൽ എപ്പോൾ കണ്ടു കഴിഞ്ഞു എന്നതിന് പ്രസക്തിയില്ല. സിനിമ കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു. സിനിമ കണ്ടത് ഇന്നലെ ആയിരിക്കാം, ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ ആയിരിക്കാം. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ സിനിമ കണ്ടു കഴിഞ്ഞു. ഐ ഹാവ് വിസിറ്റഡ് ഡൽഹി, ഞാൻ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ട്. എപ്പോൾ എന്നതിന് പ്രസക്തിയില്ല, അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ, ഫീലിങ്സ് ഒക്കെ ഇപ്പോഴും റെലവൻ്റ് ആണ്. സോ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എന്ത് എക്സ്പീരിയൻസും നിങ്ങൾക്ക് എന്തിൽ പറയാം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. എന്തെങ്കിലും നിങ്ങൾ ബുക്ക് വായിച്ച അനുഭവം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്ഥലം വിസിറ്റ് ചെയ്ത അനുഭവം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് എന്തിൽ പറയാം? അത് നിങ്ങൾക്ക് സ്റ്റിൽ നിങ്ങൾക്ക് അത് റെലവൻ്റ് ആണ്. സോ അത് നിങ്ങൾക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. രണ്ടാമത്തെ സന്ദർഭമാണ് കംപ്ലീറ്റഡ് ആക്ഷൻ വിത്ത് പ്രസന്റ് റിസൾട്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട്, ആക്ഷൻ കഴിഞ്ഞതിൻ്റെ റിസൾട്ട് സ്റ്റിൽ റെലവൻ്റ്, ഇപ്പോഴും റെലവൻ്റ് ആണ്. എക്സാമ്പിൾ വെച്ച് പഠിക്കാം, അപ്പോൾ ഈസി ആവും. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി. ഇവിടെ ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്. എപ്പോൾ? ഈ നിമിഷത്തിനു മുമ്പ്. ഇപ്പോൾ റിസൾട്ട് എന്താണ്? ഹോംവർക്ക് ഡൺ. എപ്പോൾ ഫിനിഷ് ചെയ്തു എന്നതിന് പ്രാധാന്യമില്ല, എന്നാൽ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു, അതുകൊണ്ട് എനിക്കിപ്പോൾ ഹോംവർക്ക് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തോരം ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവും, എന്നാൽ ആ ഹോംവർക്കെല്ലാം ഇപ്പോൾ റെലവൻ്റ് ആണോ? അല്ല. പക്ഷെ ഈ ഹോംവർക്ക് ഇപ്പോൾ റെലവൻ്റ് ആണ്, കാരണം ചിലപ്പോൾ നാളെ ആയിരിക്കും അത് സബ്മിറ്റ് ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു. ആ ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ആ ഹോംവർക്ക് ഇപ്പോഴും റെലവൻ്റ് ആണ്, അതുകൊണ്ടാണല്ലേ നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചത്. സോ ഇങ്ങനെയുള്ള റെലവൻ്റ് കാര്യം, ബട്ട് ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദി പാസ്റ്റ്, പക്ഷേ റിസൾട്ട് ഇപ്പോൾ സ്റ്റിൽ വാലിഡ് അല്ല റെലവൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ ഹാവ് ലോസ്റ്റ് മൈ കീ, എൻ്റെ കീ നഷ്ടപ്പെട്ടു. കീ എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? ഈ നിമിഷത്തിനു മുമ്പ് എപ്പോഴോ നഷ്ടപ്പെട്ടു, എന്നാൽ ഇപ്പോൾ കയ്യിൽ കീ ഇല്ല.
ഞാനൊരു എക്സാമ്പിൾ പറയാം. കാറിന്റെ കീ ആണ് നഷ്ടപ്പെട്ടത് എന്ന് വിചാരിച്ചോ. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷത്തിൽ എനിക്ക് കാറ് തുറക്കാൻ പറ്റുന്നില്ല. സോ ആ നഷ്ടപ്പെട്ടത് എപ്പോഴോ നടന്നു. അത് എപ്പോൾ എന്നതിന് പ്രാധാന്യമില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് കാറ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ മനസ്സിലായില്ലേ? അതിന്റെ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ സ്റ്റിൽ ഇറ്റ്സ് റെലവൻറ്റ്. അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു, പൂർത്തിയായി. ആ കാര്യം ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ അത് പറയുന്നുണ്ട്. സ്റ്റിൽ റെലവന്റ് ആയതുകൊണ്ടല്ലേ ഇപ്പോൾ പറയേണ്ടി വരുന്നത്. അതെങ്ങനെയാ പറയാ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ക്ലീൻ ദി റൂം. അതായത് ഞാൻ റൂം വൃത്തിയാക്കി കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്, വൃത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ സ്റ്റിൽ റെലവന്റ് ആണ്. റെലവന്റ് ആയതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഞാൻ റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു എന്ന്. സോ ഫസ്റ്റ് യൂസ് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞ എക്സ്പീരിയൻസ് ആണ് ആദ്യത്തെ യൂസ്. രണ്ടാമത്തെ കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദി പാസ്റ്റ്. പാസ്റ്റിൽ ആക്ഷൻ കഴിഞ്ഞു പക്ഷെ സ്റ്റിൽ റെലവൻറ്റ്, അത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും. നെക്സ്റ്റ് യൂസ് ആണ് ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് നൗ. ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ സമയത്താണെങ്കിൽ ബട്ട് ഈ മൊമെന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചോ, ഇപ്പോൾ എല്ലാത്തിനും കണക്ഷൻ വരുന്നുണ്ട്, ഈ നിമിഷവുമായി കണക്ഷൻ വരുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വി ഹാവ് നോൺ ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം. നമ്മൾ പരസ്പരം വളരെ കാലമായി അറിയാം. ഇതിൽ എന്താ പറയുന്നേ? വളരെ കാലം മുമ്പേ ഇവർ തമ്മിൽ അറിയാം. ഇപ്പോഴും ഈ നിമിഷം വരെ അവർക്ക് തമ്മിൽ അറിയാം. ഇവിടെ എന്ത് വന്നു? കണക്ഷൻ വന്നു അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ. ഐ ഹാവ് വർക്ക് ഹിയർ ഫോർ 10 years. ഞാൻ 10 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ 10 വർഷം മുമ്പാണ് തുടങ്ങിയത്, ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂയിങ് അല്ലെ, ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. ഇതും നമുക്ക് എന്തെങ്കിലും പറയാം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. വേറൊരു എക്സാമ്പിൾ. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 5 years. ഞാൻ 5 വർഷമായി ഇവിടെ താമസിക്കുന്നു. അപ്പോൾ 5 വർഷം മുമ്പ് തുടങ്ങിയതാണ്, ഇപ്പോഴും ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ 5 വർഷമായി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, 5 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. എന്തുകൊണ്ടാണ്? പാസ്റ്റിൽ തുടങ്ങി ഇതുവരെ അവസാനിച്ചിട്ടില്ല, സ്റ്റിൽ കണ്ടിന്യൂയിങ്. അപ്പോൾ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. നെക്സ്റ്റ് സന്ദർഭമാണ് റീസെന്റ് ആക്ഷൻ. ഇപ്പോൾ കുറച്ച് നിമിഷം മുമ്പ് നടന്നു കഴിഞ്ഞ, ഐ എം റിപ്പീറ്റിംഗ്, നടന്നു കഴിഞ്ഞ കാര്യം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. ഐ ഹാവ് ജസ്റ്റ് ഈറ്റൺ ലഞ്ച്. ഞാൻ ഇപ്പോൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞതേയുള്ളൂ. നെക്സ്റ്റ് എക്സാമ്പിൾ. ഷി ഹാസ് ജസ്റ്റ് കോൾഡ് മീ. എന്നെ അവൾ ഇപ്പോൾ വിളിച്ചതേയുള്ളൂ. വേറൊരു എക്സാമ്പിൾ. ഐ ഹാവ് ജസ്റ്റ് അറൈവ്ഡ്. ഞാൻ ഇപ്പോൾ എത്തിയതേയുള്ളൂ. അഞ്ചാമത്തെയും അവസാനത്തെയും സന്ദർഭമാണ് റിപ്പീറ്റഡ് ആക്ഷൻ ഫ്രം പാസ്റ്റ് അൺടിൽ നൗ. പാസ്റ്റിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതവണ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ഷോപ്പ് ഹിയർ ഫോർ മെനി ഇയേഴ്സ്. ഞാൻ വർഷങ്ങളായി ഇവിടെ ഷോപ്പിംഗ് നടത്തുന്നു. എന്ന് വെച്ചാല് പാസ്റ്റിലും ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ. ഷി ഹാസ് കോൾഡ് മീ സെവറൽ ടൈംസ് ടുഡേ. ഇന്ന് അവൾ എന്നെ പല തവണ വിളിച്ചിട്ടുണ്ട്. ഇവിടെയും ആക്ഷൻ റിപ്പീറ്റഡ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ. വി ഹാവ് വാച്ച് ദാറ്റ് മൂവി മെനി ടൈംസ്. ആ മൂവി നമ്മൾ പല തവണയായി കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്ലൈഡിനെ 3ആയി ഡിവൈഡ് ചെയ്തു: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം പോസിറ്റീവ് സെന്റൻസ് നോക്കാം. ഇവിടെ ആദ്യം എന്താണ് വരുന്നത്? സബ്ജക്റ്റ്, പിന്നെ ഹെൽപ്പിംഗ് വേർബ് ഹാവ് ഓർ ഹാസ്, പിന്നെ വേർബിന്റെ തേർഡ് ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഐ ഹാവ് ഗോൺ ദേർ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. യു ഹാവ് ഗോൺ ദേർ. നീ അവിടെ പോയിട്ടുണ്ട്. ദേ ഹാവ് ഗോൺ ദേർ. അവർ അവിടെ പോയിട്ടുണ്ട്. വി ഹാവ് ഗോൺ ദേർ. നമ്മൾ അവിടെ പോയിട്ടുണ്ട്.
ഷീ ഹാസ് ഗോൺ ദേ, അവൾ അവിടെ പോയിട്ടുണ്ട്. ഹി ഹാസ് ഗോൺ ദേ, അവൻ അവിടെ പോയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഗോൺ ദേ, അത് അവിടെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ടില്ല എന്ന് പറയണമെങ്കിലോ, നെഗറ്റീവായി പറയണമെങ്കിലോ, ആദ്യം സബ്ജക്റ്റ് തന്നെയാണ്, നെക്സ്റ്റ് ഹെൽപ്പിംഗ് വേർബ്. സബ്ജക്റ്റ് ഐ യു ദേവി വന്നാൽ ഹെൽപ്പിംഗ് വേർബ് ഹാവ് വരും. പിന്നെ അതിൻ്റെ കൂടെ നോട്ട്, ഇല്ല, നോട്ട് കൂടെ ചേർക്കും. ഓർക്കണം, ഹെൽപ്പിംഗ് വേർബിന്റെ ശേഷമാണ് നോട്ട് ആഡ് ചെയ്യേണ്ടത്. സോ ഹാവും നോട്ടും ചേർന്ന് ഷോർട്ട് ആക്കിയിട്ട് ഹാവിൻഡ് എന്ന് പറയാം. ഇനി എന്താണ് ചേർക്കേണ്ടത്? വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഐ ഹാവിൻ ഗോൺ ദർ, ഞാൻ അവിടെ പോയിട്ടില്ല. യു ഹാവിൻ ഗോൺ ദർ, നീ അവിടെ പോയിട്ടില്ല. ദേ ഹാവിൻ ഗോൺ ദർ, അവരവിടെ പോയിട്ടില്ല. വി ഹാവിൻ ഗോൺ ദർ, നമ്മൾ അവിടെ പോയിട്ടില്ല. ഇനി ഷീ ഹി ഇറ്റ് വരുമ്പോൾ ഹാസ് വരും, പിന്നെ നോട്ട് കൂടെ ചേർക്കും. അപ്പോൾ എന്താവും? ഷോർട്ട് ആക്കിയിട്ട് ഹാസിൻഡ് ആവും. അപ്പോൾ ഷീ ഹാസിൻ ഗോൺ ദർ, അവൾ അവിടെ പോയിട്ടില്ല. ഹി ഹാസിൻ ഗോൺ ദർ, അവൻ അവിടെ പോയിട്ടില്ല. ഇറ്റ് ഹാസിൻ ഗോൺ ദർ, അത് അവിടെ പോയിട്ടില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫോം പഠിക്കാം. നമുക്ക് ഒരാളോട് ചോദിക്കണ്ടേ, അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഹെൽപ്പിംഗ് വേർബാണ് ക്വസ്റ്റ്യൻ ഫോമിൽ വരുന്നത്. ശ്രദ്ധിക്കുക, പോസിറ്റീവിലും നെഗറ്റീവിലും ഹെൽപ്പിംഗ് വേർബ് സെക്കൻഡ് ആണ് വരുന്നത്, ഫസ്റ്റ് വരുന്നത് സബ്ജക്റ്റ് ആണ്. എന്നാൽ ക്വസ്റ്റ്യൻ ഫോമിൽ വരുന്നത് ഹെൽപ്പിംഗ് വേർബാണ് ഫസ്റ്റ്. നമുക്കത് നോക്കാം. ഹാവ് ഐ ഗോൺ ദർ, ഞാൻ അവിടെ പോയിട്ടുണ്ടോ? ഹാവ് യു ഗോൺ ദർ, നീ അവിടെ പോയിട്ടുണ്ടോ? ഹാവ് ദേ ഗോൺ ദർ, അവർ അവിടെ പോയിട്ടുണ്ടോ? ഹാവ് വി ഗോൺ ദർ, നമ്മൾ അവിടെ പോയിട്ടുണ്ടോ? ഇനി ഹാസ് ഷീ ഗോൺ ദർ, അവൾ അവിടെ പോയിട്ടുണ്ടോ? ഹാസ് ഹി ഗോൺ ദർ, അവൻ അവിടെ പോയിട്ടുണ്ടോ? ഹാസ് ഇറ്റ് ഗോൺ ദർ, അത് അവിടെ പോയിട്ടുണ്ടോ? ഇവിടെ എന്ത് മനസ്സിലായി? പോസിറ്റീവില് സബ്ജക്റ്റ് ആദ്യം വരും, പിന്നെ ഹെൽപ്പിംഗ് വേർബ് വരും, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം വരും. നെഗറ്റീവ് ആണെങ്കിൽ സബ്ജക്റ്റ് തന്നെയാണ് ഫസ്റ്റ്, പിന്നെ ഹെൽപ്പിംഗ് വേർബ്, അതിൻ്റെ കൂടെ നോട്ട് ചേർക്കും, പിന്നെ എഗെയിൻ പാസ്റ്റ് പാർട്ടിസിപ്പൽ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഫോമിൽ വരുമ്പോൾ ആദ്യം ഹെൽപ്പിംഗ് വേർബ് ചേർക്കും, പിന്നെ സബ്ജക്റ്റ് ചേർക്കും, പിന്നീട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ഫോം ഓഫ് വേർബ് അല്ല ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ ഫോമിൽ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ തന്നെയാണ്.